ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു മെൻ്റൽ പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മെൻറ്റാലിറ്റി, നമ്മുടെ അപ്രോച്ച് ടുവേർഡ്സ് ദി വേൾഡ് അത് ചേഞ്ച് ചെയ്യണം. നമ്മളെ ഉള്ളിൽ എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ആണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ വേൾഡിനെയും എല്ലാ കാര്യങ്ങളെയും കാണത്തുള്ളൂ. ഞാനൊരു കാര്യത്തിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഇന്ന് രാവിലെ ഞാൻ ഒരു സ്ഥലത്ത് പോകണ്ടായി. അപ്പോൾ പോയിട്ട് ഞങ്ങൾ രണ്ടാൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസാണ്. അപ്പോൾ നമ്മളെ ദ്വീപിലുള്ള ലിമിറ്റേഷൻസ് എല്ലാവർക്കും അറിയാമല്ലോ, ഹോസ്പിറ്റലായാലും എവിടെ ആയാലും. അപ്പോൾ ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവിനായിട്ട് കൊച്ചിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു അവിടുത്തെ എൻ്റെ അടുത്ത് പറയാം, അവിടുന്ന് ഏതൊരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും നമ്മുടെ അടുത്ത് കൺസെൻ്റൊക്കെ ഒപ്പിടിപ്പിക്കുമല്ലോ, ആ രീതിയിൽ പറഞ്ഞു. അപ്പോഴേക്കും ആ സമയത്ത് വേറൊരാളപ്പുറത്തുനിന്ന് കയറി വന്നു. ഫുൾ നെഗറ്റീവ് വൈബാണ്. അപ്പോൾ വന്ന ഉടനെ തന്നെ പറയാം, അവിടെയൊക്കെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുന്നേ 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യും, എന്നിട്ടേ ഇഞ്ചക്ഷൻ എടുക്കത്തുള്ളൂ. അത് കേട്ട ഉടനെ അദ്ദേഹത്തിന് ഈ ഹോസ്പിറ്റലിലെ സെറ്റപ്പ് ഒന്നും വലിയ ഐഡിയ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് തുടങ്ങി കുറ്റം പറയാം. പിന്നെ നമ്മളിവിടെയൊക്കെ എന്താണ്, പേഷ്യൻ്റ് വന്ന് എത്തുന്നതിന് മുന്നേ ഇഞ്ചക്ഷൻ കൊടുക്കും, അത് കഴിഞ്ഞിട്ടേ ഡോക്ടർ വരുള്ളൂ, അങ്ങനെ ഇങ്ങനെ കുറേ ഒരു നെഗറ്റീവ് വൈബ്. എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വേറൊരു ടോപ്പിക്കായി. നമ്മളെ ദ്വീപിൽ മൊത്തത്തിൽ ഒരു ആണ്ട് നേർച്ചയൊക്കെ നടക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കുറച്ച് ആണ്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ചർച്ച. അപ്പോൾ ആദ്യം അദ്ദേഹം കുറ്റം പറയുന്നത് ഈ ആണ്ട് നടത്തുന്ന ആൾക്കാരെ. അപ്പോൾ അവർ ഇപ്പോൾ വൈകുന്നേരവും രാത്രിയും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറയാം, നമ്മൾ വൈകുന്നേരം ചീരണി മേടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കവറിലിടാകുമ്പോൾ അവർ കമ്മിറ്റിക്കാർ പറയുന്നത്, ഇപ്പോൾ ഇടണ്ട, രാത്രി എത്തിയതിന് ബിരിയാണി എടുത്തോ. അപ്പോൾ രാത്രി എടുക്കാൻ പോയപ്പോൾ വൈകുന്നേരം എല്ലാവരും കൊണ്ടുപോയാൽ ഈ ഇപ്പോൾ. എന്നിട്ട് അദ്ദേഹത്തിന് അപ്പുറച്ച് നേരെ മാറി. എന്നിട്ടോ ഈ ചീരണി ഈ കവറിൽ ഇടുന്ന ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ കുറ്റം പറച്ചിൽ. അറിയപ്പോൾ എങ്ങനെ പറയാണ്ടിരിക്കും? ആൾറെഡി അപ്പുറത്തുള്ള ഒരു ആണ്ടിന്ന് കൊണ്ടുവന്ന ബിരിയാണി അവരുടെ ബൈക്കിൻ്റെ ബാക്കിലുണ്ടായിരിക്കും, എന്നിട്ടാണ് വീണ്ടും എടുക്കുന്നത്. ഈ രീതിയിലായി. ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻസിൽ നമുക്ക് കുറ്റങ്ങളും കുറവുകളും എല്ലാത്തിലും കണ്ടെത്താൻ പറ്റും. ഏതൊരു കാര്യമായാലും നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. പക്ഷെ അതിന് പോസിറ്റീവായിട്ട് എങ്ങനെ എടുക്കാമെന്നാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആന്ത്രോത്ത് ഹോസ്പിറ്റലിലെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ ഇവിടെ ഡെയിലി ഏകദേശം ഒരു 150-200 പേഷ്യൻസ് വരുന്ന സ്ഥലമാണ് നമ്മളെ ആന്ത്രോത്ത് ഹോസ്പിറ്റൽ. ഞാനൊരു 5 വർഷം അവിടെ വർക്ക് ചെയ്ത ഡോക്ടറാണ്. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റേഷൻസൊക്കെ എനിക്കും അറിയാം, നാട്ടുകാരെ നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഈ ഒരു 200 അല്ലെങ്കിൽ 150 പേഷ്യൻസ് വരികയാണെങ്കിൽ 1 വീക്കിൽ ഏകദേശം ഒരു 700-800 പേഷ്യൻസ് എങ്ങനെയായാലും വരുമല്ലോ. ആ 800 പേഷ്യൻസിൽ ഒരു വീക്കിൽ എത്ര ഇവാക്യുവേഷൻ നമ്മളിവിടെ നിന്ന് വരുന്നുണ്ട്? മാക്സിമം പോയാൽ 1-2. ബാക്കി 798 പേരും സുഖമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരല്ലേ. അതിൽ 1-2 പേര് മാത്രമല്ലേ കൊച്ചിയിൽ പോകുന്നുള്ളൂ, ഇവാക്യുവേഷൻ പോകുന്നുള്ളൂ. അപ്പോൾ അവിടെ പോയാലും എല്ലാവർക്കും സുഖമാവണമെന്നില്ല. അപ്പോൾ ഇവിടെ പോയാലും സുഖമാവുകയും ചെയ്യും, സുഖമാവാതിരിക്കുകയും ചെയ്യും. പിന്നെ കൊച്ചിയിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോയുള്ള ചിലവ് നമുക്കറിയാം. എത്ര ചിലവ്? ചെറിയൊരു പനിയായിട്ട് പോയാൽ തന്നെ 1000, 2000, 3000 ഇല്ലാണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഏതായാലും കാണും. ഇപ്പോൾ 798 പേർക്ക് സുഖമായി, ആ ഒരു പോസിറ്റീവ് സാധനം ഇയാൾ കാണുന്നില്ല. ആ 2 പേർക്ക് സുഖമാവാത്ത നെഗറ്റീവ് ഇൻസിഡൻസ് ഇപ്പോൾ എനിക്കും ഉണ്ടാവാം, നിങ്ങൾക്കും ഉണ്ടാവാം, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിലും ഒരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സാധനത്തിനെയും നമ്മൾ അടിച്ച് കയറി ആക്ഷേപിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, അത് കാണാം. അതിലേറ്റവും ഗുണമാക്കാന്നറിയോ നമുക്ക് തന്നെ. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, എനിക്കൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും എനിക്ക് അടുത്ത മണിക്കൂറിൽ എനിക്ക് കാണിക്കാൻ പറ്റി. പക്ഷെ 4 മണിക്കൂറും വെയിറ്റ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് ഞാൻ കേട്ടറിഞ്ഞതാണ്, എനിക്ക് സത്യാവസ്ഥ അറിയില്ല. ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ചെറിയൊരു OP കേസൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് 2-3 മാസമൊക്കെ വെയിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് സത്യാവസ്ഥ കറക്റ്റ് അറിയത്തില്ല. ആ സമയത്തോ നമ്മളിവിടെ ഇപ്പോൾ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും, പനിയായാലും ചുമയായാലും മാക്സിമം ഒരു 15 മിനിറ്റിൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയ ഹയറല്ലേ. അത് നമ്മൾ പഠിച്ചവനെ സ്തുതിക്കല്ലേ വേണ്ടത്. ആ സമയത്ത് ഇങ്ങനെ കുറ്റം പറയാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ആരും ഞാൻ അടിച്ച് ആക്ഷേപിക്കല്ല, പക്ഷെ ആ രീതിയിൽ നമ്മൾ വേൾഡിനെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും. എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയല്ലോ, കാണിക്കാൻ പറ്റിയല്ലോ, ആ ഒരു നന്ദി നമുക്ക് കാണും. പിന്നെ നമ്മൾ മൊത്തത്തിൽ അന്നൊരു പോസിറ്റീവ് ഫീലായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് വെറുതെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു, കളഞ്ഞു, ആ ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. അത് മൊത്തം നമുക്കും എന്ത് ചെയ്യും, ഫ്രസ്ട്രേഷൻ ആയിരിക്കും. നമ്മളെ മുന്നിൽ വരുന്ന ആൾക്കാരെടുത്തും
ആ ഒരു ഫ്രസ്ട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. പിന്നെ നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന വേറൊരു പ്രശ്നമാണ്, മൊത്തത്തിൽ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ പറയില്ലേ ഒരു ബുക്കിൻ്റെ കവർ കണ്ടിട്ട് ജഡ്ജ് ചെയ്തിരുന്നു, പക്ഷെ നമ്മളവിടെ മൊത്തത്തിൽ ആ കവർ കണ്ടേ ജഡ്ജ് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നമ്മൾ പേരിട്ട് വിളിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ജെൻസി, 2K കിഡ്സ്. ഇപ്പോൾ നമ്മൾ മുതിർന്ന ആൾക്കാർ, 50 കഴിഞ്ഞ ആൾക്കാർ, മിക്കവാറും ആൾക്കാർ, ഒരു കുട്ടി ഇപ്പോൾ എന്തെങ്കിലും കാല് വലിയ ജീൻസ് ഇട്ടു അല്ലെങ്കിൽ മുടി വളർത്തി, ആ ഒരു രീതിയിൽ കാണാം, അവൻ ജെൻസിയാണ്, അവൻ 2K കിഡാണ്, അവന് നോക്കിയിട്ട് കാര്യമില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ്. അത് തെറ്റാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്, ജെൻസിക്കും പ്രശ്നങ്ങളുണ്ട്, അതിന് മുന്നുള്ള ഇപ്പോൾ ഈ പറയുന്ന മുതിർന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ജനറേഷൻസിനും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് മൊത്തത്തിൽ അവരെ അടിച്ചാക്ഷേപിക്കുന്ന കാര്യം തെറ്റാണ്. അതിൽ എത്രയോ നല്ല കുട്ടികളുണ്ട്. ഇപ്പം മൊബൈൽ അഡിക്ഷൻ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആ ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് അറിയോ, പണ്ടത്തെ ജനറേഷൻ ചെയ്യുന്നത് പോലെ എല്ലാവരും ഇങ്ങനെ കൂടിയിരുന്ന് ഒരാൾക്കാരെ അല്ലെങ്കിൽ മറ്റാൾക്കാരെ കുറ്റം പറയുന്ന ശീലം ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറവാണ്, ഉണ്ടാവും, വളരെ വളരെ കുറവാണ്. ഞാൻ എൻ്റെ ഒരു ഇൻസിഡൻസ് പറയാം. കുറച്ച് നാൾ മുന്നേ എൻ്റെ മോൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഞാനൊരു സ്ഥാപനത്തിൽ പോയി. അപ്പോൾ പോയപ്പോൾ കൂടുതലും മുതിർന്ന ആൾക്കാരാണ്, ഞാൻ ബഹുമാനിക്കുന്ന ആൾക്കാർ, എൻ്റെ കാരണവന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീട്ടിലെ ഒരു കാരണം, എൻ്റെ ഒരു മാമൻ അവിടെ ഉണ്ട്, അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഡിസ്റെസ്പെക്റ്റ് കാണിക്കണ്ടല്ലോ എന്നുള്ളൊരു ഫീലിൽ ഞാൻ ഇപ്പുറത്തേക്ക് കുറച്ച് മാറി നിന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ്, അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇതുപോലെയല്ല, ഞാൻ മുടിയൊക്കെ വളർത്തിയിട്ട് പിന്നെ ഒരു ഭയങ്കര കളർഫുൾ ടീഷർട്ട് അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മാമൻ, എൻ്റെ തറവാട്ടിലെ കാരണവർ, അദ്ദേഹം എന്നെ കണ്ടു. എന്നെ കണ്ടിട്ട് നീ ആയിരുന്നോ, നീ എന്താ ഇപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നത്, മാമനെ കണ്ടിട്ട് എന്താ സംസാരിക്കാത്ത, ആ രീതി ചോദിച്ചു. ശരിക്കും ഞാൻ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മാറി നിന്നാണ്. അപ്പുറത്ത് വേറെ ഒരു ഗ്രാൻഡ് ഫാദർ, ഒരു കുട്ടീൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത് ആ ഒരു വ്യൂ, ആ ഒരു സീനിലേക്ക് കയറി വന്നു. എന്നിട്ട് തുടങ്ങി, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ആരെങ്കിലും അറിയോ, മാമന്മാരെ അറിയോ, കാരണവന്മാരെ അറിയോ, അവരവരുടെ ലോകത്തില്ലേ, ആ ഒരു രീതിയിൽ അടിച്ചാക്ഷേപിക്കുന്ന രീതി. ശരിക്കും ഇവിടെ എന്താ, ഞാൻ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്തിട്ട്, എൻ്റെ മാമനല്ലേ, ഞാൻ മാറി നിന്നതാണ്. ആ സമയത്തും മുതിർന്ന ആളല്ലേ, ഞാനൊന്നും പ്രതികരിക്കാനോ സംസാരിക്കാനോ പോയി. സത്യം പറഞ്ഞ് നല്ല ദേഷ്യം വന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. മുതിർന്ന ആളിനെ ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബുക്കിൻ്റെ കവർ കണ്ട് ജഡ്ജ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റണം. നമ്മുടെ കുട്ടികൾ, എല്ലാ കുട്ടികളും നന്നാവാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ അവരുടെ അടുത്ത് അഡ്വൈസ് ചെയ്ത് നോക്ക്. മര്യാദയ്ക്ക് പറഞ്ഞ് കേൾക്കുന്ന കുട്ടികളാണ് മിക്കവാറും ആൾക്കാർ. ആ രീതിയിലൊന്ന് ചെയ്ത് നോക്ക്, നല്ലൊരു മാറ്റം ഫീൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.